എല്ലാവർക്കും നമസ്കാരം. ANJANA ഫുഡി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വടക്കൂട്ടുകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. സദ്യ സ്പെഷ്യലാണ്. ഓണത്തിന് എന്തായാലും ഈ കറി എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് ഉഴുന്ന് കുതിർത്തത് അരയ്ക്കാൻ ഇടുകയാണ്. ഒരുപാട് ഫൈനായിട്ട് അരയണ്ട, തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. ഇത് ഏകദേശം 3-4 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കുതിരാനായിട്ട്. ഇതൊന്ന് അരയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. അങ്ങനെ ഞാൻ ഉഴുന്ന് 1/2 കപ്പ് കുതിർത്തത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ആ നനവ് മതിയായിരുന്നു. പിന്നെ അല്പം ഉപ്പ് 1/4 ടീസ്പൂൺ ഇടാം. പിന്നെ ഇടേണ്ടത് ഒരു നുള്ള് കുരുമുളക് പൊടിച്ചത്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇടുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് യോജിച്ചതിന് ശേഷം അങ്ങനെ ഒരുപാട് നേരം വെച്ചേക്കണ്ട. നമുക്ക് ഉടനെ തന്നെ ഇത് ചെറിയ ഉരുളകളാക്കി വറുത്തെടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ പച്ചമുളകൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇതൊന്നും ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഇതിങ്ങനെ വെക്കാം. അടുപ്പ് കത്തിച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ച് നമുക്ക് വടകൾ വറുത്തെടുക്കാവുന്നതാണ്. നാടൻ കറിയാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയായിരിക്കും ചെയ്യുന്നത് നല്ലത്. കുറച്ച് വെളിച്ചെണ്ണ മതി. കയ്യൊന്നിങ്ങനെ വെള്ളം നനച്ചതിന് ശേഷം ചെറിയ ചെറിയ പോർഷൻസായിട്ട് എടുത്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പൊന്നും നോക്കണ്ട, ഒന്നിങ്ങനെ ഉരുട്ടി നേരെ എണ്ണയിലോട്ടിടുക. ഒരുപാട് അങ്ങനെ മൂക്കുകയും വേണ്ട. ഒരു ഏകദേശം ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കത് കോരിയെടുക്കാം. ഇടത്തരം തീയിൽ വറുത്തെടുക്കുക. ഇതുപോലെ മൊത്തം വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കുട്ടി കുട്ടി വടകൾ റെഡിയായി. ഒരുപാട് ബ്രൗൺ ആവണ്ട, നമുക്ക് കോരിയെടുക്കാം എണ്ണയിൽ നിന്ന്. ഇനി അടുത്ത ഒരു ബാച്ചും കൂടെ ഇട്ട് വറുത്ത് കോരിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ അടുത്ത ബാച്ച് വടകളും റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരുകയാണ്. അങ്ങനെ എല്ലാം കൂടെ ഒരു 10-21 വട വരും. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റണം. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സവാള ഒന്ന് ലൈറ്റായി. എല്ലാം ചതുരത്തിൽ വേണം അരിയാൻ, ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ. ഇനി 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് ചോപ്പ് ചെയ്ത് ഇടുകയാണ്. നിർബന്ധമില്ല, പക്ഷേ ഇട്ടാൽ നല്ലതാണ്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് ചതുര കഷ്ണമായിട്ട് അരിഞ്ഞത് ഞാൻ 3 ഇടത്തരം ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ 1 പച്ചമുളക് 2ആയിട്ട് മുറിച്ചതിട്ട് കൊടുക്കുകയാണ്. പിന്നെ തൊണ്ടൻ മുളക് അതും 1 2ആയിട്ട് മുറിച്ചത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ഓരോരുത്തരും ചെയ്യുക. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റുക. വഴറ്റി ചെയ്യുമ്പോഴാണ് ആ ടേസ്റ്റ് കൂടുന്നത്. ഒരു തക്കാളി ഞാൻ
ഇങ്ങനെ ചതുരമായിട്ട് മുറിച്ചത് ഇടുകയാണ്. സദ്യയ്ക്ക് സാധാരണ തക്കാളി ചേർക്കാറില്ല, പക്ഷേ ചെറിയ പുളി നല്ലതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി ചേർത്തത്. സദ്യയ്ക്ക് ഉണ്ടാക്കുമ്പം ചേർക്കണമെന്നില്ല. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് അങ്ങനെ വലിയ എരിവില്ല. പച്ചമുളകിൻ്റെ എരിവും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അത് മതിയാവും. ഇനി ഈ പൊടികളൊന്ന് പച്ചമണം മാറിയിട്ട് നമുക്ക് 2ാം പാലിൽ ഇത് വേവിക്കാം. ഗരം മസാല പിന്നെ ചേർത്ത് കൊടുത്താലും മതി, ഒരു നുള്ള്. അപ്പം കുറച്ചുകൂടെ മണം നിൽക്കുമല്ലോ അവസാനം ചേർക്കുമ്പോഴേ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പച്ചമണം ഒന്ന് മാറി. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇപ്പം 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ നമുക്ക് 2ാം പാൽ എടുത്ത് വച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 2 കപ്പുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ചേർക്കാം. അത് ചൂടുവെള്ളം തന്നെ ചേർക്കാൻ നോക്കുക. അപ്പം ഈ തേങ്ങാപ്പാലിലാണ് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവുക. ചാറ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇനി അത് കുറയും. ഇനി അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ അടച്ച് വെച്ച് ഏകദേശം 20 മിനിറ്റോളം, 15 തൊട്ട് 20 മിനിറ്റോളം വേവിച്ചു. ഇനി അല്പം കുരുമുളക് പൊടി 1 നുള്ളേ ചേർക്കുന്നുള്ളൂ. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, അതായത് പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ചതാണ്, അതും ചേർത്ത് ഇളക്കുക. നേരത്തെ വഴറ്റുമ്പോഴും വേണമെങ്കിൽ ചേർക്കാം. ഉപ്പ് അല്പം കുറവാണ്, ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1ാം പാലൊക്കെ ചേർക്കാനുള്ളതല്ലേ, അല്പം കൂടെ ഉപ്പ് ചേർത്തു. ഉരുളക്കിഴങ്ങൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. ഒരുപാടങ്ങ് ഉടഞ്ഞും പോകരുത്, എന്നാൽ നല്ല വേവും വേണം. ആ രീതിയിൽ നല്ല കറി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ 1 കപ്പാണ് എടുത്ത് വച്ചേക്കുന്നത്. അത് മുഴുവൻ ചേർക്കുന്നില്ല, അല്പം ചേർത്തു. ഇനി വറുത്ത് വച്ചേക്കുന്ന വടകൾ ചേർത്ത് കൊടുക്കാം. ബാക്കി പാല് ചേർത്തിട്ട് തിളയ്ക്കാൻ പാടില്ലല്ലോ, അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ അരമുറി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്, 2ാം പാലും 1ാം പാലും കൂടെ ചേർത്ത്. ഇനി ഇരുന്ന് കുറുകും കറി. ഇനി ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ബാക്കി പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. പിന്നെ താളിച്ച് ചേർക്കണം. ഉപ്പൊക്കെ നോക്കുക. നല്ല പരുവത്തിന് നല്ല രസമായിട്ടിരിപ്പുണ്ടല്ലേ കറി, നല്ല കളറും ഒക്കെ ഉണ്ട്. ഒന്ന് തിളയ്ക്കട്ടെ, എന്നിട്ട് ബാക്കി പാലൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ തിളയ്ക്കണ്ട, ഓഫ് ചെയ്താൽ മതി. ഒന്ന് തിളച്ചു തുടങ്ങി. ഞാൻ ബാക്കി 1ാം പാലൂടെ ചേർത്ത് ഓഫ് ചെയ്യാണ്. ഇനി തിളയ്ക്കാൻ പാടില്ല. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഒന്ന് അത് തിളയ്ക്കും. അപ്പോൾ ഇനി അത് പിരിഞ്ഞു. ആ ടേസ്റ്റ് നല്ല പോലെ ഇപ്പം നിൽക്കും. കുട്ടി വടകളൊക്കെ കാണാൻ എന്നാ രസമാണ്. നല്ല പോലെ ഇത് ഉരുളക്കിഴങ്ങും വടയും എല്ലാം കൂടെ ചേർന്ന് ആ ഗരം മസാലയുടെ മണവും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കറി അപ്പുറത്ത് അടുപ്പത്തോട്ട് വെക്കുകയാണ്. ഇനി താളിച്ച് ചേർക്കണം. അപ്പം വേറൊരു പാന് അടുപ്പത്ത് വെച്ച് അടുപ്പ് കത്തിക്കുകയാണ്. ഇതെല്ലാം വെളിച്ചെണ്ണ തന്നെ ചെയ്യുക. ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി 1 ടീസ്പൂൺ കടുക്, ഒന്ന് പൊട്ടട്ടെ. എനിക്ക് ഉലുവ ചേർക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ സദ്യക്ക് ചേർക്കാറില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കാത്തത്. എനിക്ക് ആ ഉലുവ ചേർക്കുമ്പോൾ ഉള്ള മണം ഭയങ്കര ഇഷ്ടമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനി പൊട്ടി തുടങ്ങിയാൽ ചെറിയ ഉള്ളി ഞാൻ 4-5 എണ്ണം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തീ കുറച്ച് കൊടുക്കാം.
ഉള്ളി മൂത്ത് തുടങ്ങി. ഞാൻ 3 വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഈ മണം പോവാതെ അടച്ചു വെക്കാം. അങ്ങനെ വടക്കൂട്ട് കറി റെഡിയായി ഇരിക്കുകയാണ്. നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രം ഇത് ഇളക്കി എടുക്കുക. അപ്പോൾ എല്ലാം നല്ല യോജിച്ച് നല്ല ഇതായിട്ടിരിക്കും. ഓണസദ്യ സ്പെഷ്യലായ വടക്കൂട്ട് കറി റെഡിയായിട്ടുണ്ട്. ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നോൺ വെജിനെ വെല്ലുന്ന ടേസ്റ്റാണ് ഈ കറിക്ക്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണവും ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ.